ഹലോ ഗൈസ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കർമ്മയുണ്ടല്ലോ, കർമ്മ. നമ്മൾ ബൂമറാങ് പോലെ കർമ്മ തിരിച്ചടിക്കും. കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന അനുമോളെക്കുറിച്ച് തന്നെയാണ്. അനുമോൾ ചെയ്ത ഇത്രയും വൃത്തികേടുകൾ, കൊള്ളരുതായ്മകൾ, മറ്റുള്ളവരുടെ ക്യാരക്ടർ, വ്യക്തിഹത്യ, മലയാളത്തിൽ തന്നെ പറയാം, വ്യക്തിഹത്യ ചെയ്തത്, ഇതെല്ലാം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾക്ക് ഇപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയിട്ടായിരിക്കും ലൈഫിൽ കിട്ടാൻ പോണത്. കാരണം അവരുടെ എല്ലാം കണ്ണുനീര് ഒരുപാടാണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ അക്ബർ ഇന്നലെ രാത്രി കരയുന്നുണ്ടായിരുന്നു. എന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം. എപ്പിസോഡിലും വന്നിട്ടുണ്ടാവും. ഞാൻ എപ്പിസോഡ് കണ്ടില്ല. അപ്പോൾ ആദില കഴിഞ്ഞ വീക്കിൽ എവിക്റ്റ് ആവുമെന്ന് കരുതിയിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് അനുമോൾക്ക് എല്ലാം രഹസ്യമാണല്ലോ, ഫുള്ള് രഹസ്യമാണ്. മൈക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുക, മൈക്ക് മാറ്റി വയ്ക്കുക, ആംഗ്യഭാഷയിൽ സംസാരിക്കുക, എപ്പോഴും അത് തന്നെ. ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് മൈക്ക് ഇടാൻ അനൗൺസ് ചെയ്യുന്ന, മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കരുത്, മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ എന്ന് അനൗൺസ് ചെയ്ത് ട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്ന അനുമോളാണ്. അനുമോൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ തവണ. മറ്റുള്ളവർ 1, 2, 5 തവണ ചെയ്ത് കാണും. ഇത് 1000 ആവർത്തിയാണ് ലൈവിൽ നമ്മൾ കാണുന്നതാണ്. അനുമോൾ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കരുത്, ആംഗ്യ ഭാഷയിൽ സംസാരിക്കരുത്. അനുമോൾ എപ്പോഴും അങ്ങനെ തന്നെ. എന്തിനാണ് ഇത്ര രഹസ്യം? ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്ന് അവനവന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇത്രയും പറയുന്നത്? പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പറയണ്ട. 100 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി പറ. അപ്പോൾ ജനങ്ങൾ ഇത് കേൾക്കത്തില്ലെന്ന് വിചാരിച്ചോ? ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൈക്ക് മാത്രമല്ല, ഇവിടെ എല്ലാം മൈക്ക്. അതുകൊണ്ടല്ലേ നമ്മൾ ആ റൂമിനകത്ത്, ഈ ഡ്രസ്സിങ് റൂമിനകത്ത് എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് എന്ന് ജീവൻ ഗോപാൽ വന്നപ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ എങ്ങനെയാണ് കേട്ടത്? ഇതിൽ കൂടെയല്ലേ നമ്മൾ കേട്ടത്. ഇത് അകത്തിരിക്കുന്നവർ അറിയുന്നില്ലല്ലോ, പുറത്ത് വന്നപ്പോഴല്ലേ അവർ പറഞ്ഞത്. അപ്പോൾ ഇതേ കണക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ വ്യക്തിഹത്യ ചെയ്യുക. ഇന്നലെ അക്ബർ അവിടെ ഇത് പറഞ്ഞപ്പോൾ കരഞ്ഞു. എന്താണ് ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തത്? അതിലേക്ക് എഴുതി കൊടുത്തതാണ് PR വിനുവിൻ്റെ നമ്പർ. എന്ത് പറഞ്ഞിട്ടാണ്? അതാണ് ഞാൻ ഈ സ്റ്റെയർ കേസ് ഓടി വന്നിട്ടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് സൊക്കേഷൻ പോലെ. അപ്പം നൂറയ്ക്ക് നൂറയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും കുറച്ച് പൈസ കൊടുക്കാനും, അതുപോലെ തന്നെ എത്രയും 50,000 ഒക്കെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ അക്ബറിൻ്റെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാനും എന്ന് പറഞ്ഞാൽ അക്ബറിനെ മാക്സിമം കരിവാരി തേക്കാനും, എന്നിട്ട് അനുമോളെ വെള്ള പൂശിക്കൊണ്ടിരിക്കുക. അനുമോളെ വെള്ളയാന്നല്ലോ ഇവിടെ പൂശുന്നത്. കുറേ ചാനലുകളുണ്ടല്ലോ, വേനലണ്ണൻ, അതുപോലെ രാജേട്ടൻ, എനിക്കവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു. പിന്നെ അതുപോലെ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്നില്ല, നമ്മുടെ പാവപ്പെട്ട ആ രേണുസുതിയുടെ പുറകെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, എത്ര കൊണ്ടാലും പഠിക്കാത്ത കുറേ ആൾക്കാർ. ഇവർക്കൊക്കെ ഒരു ചാനലുണ്ടെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കാമെന്നൊരു ചിന്തയുണ്ട്, കുറേ ഫോളോവേഴ്സും ഉണ്ടെങ്കിലേ. അപ്പോൾ ഒരു പെൺപിള്ളേരെയൊക്കെയാണ് പറയുന്നത്. ഇന്നൊരാൾ ഇത് തമ്പനയിലിട്ടേക്കുന്നു, നൂറെ വിളിക്കുകയാണ്. ഒരു പെങ്കൊച്ചിനെയല്ലേ, അദ്ദേഹത്തിന് ഒരു മകളുള്ളതാണെന്ന് ചിന്തിക്കാതാണ് സംസാരിക്കുന്നത്. നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അവരവിടെ ഗെയിം കളിക്കാൻ പോയി അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും. അതിൻ്റെ 1000 മടങ്ങ് അവിടെ ചെയ്യുന്ന വ്യക്തിയാണ് അനുമോൾ. എന്തുകൊണ്ടാണ് ഒരാളിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്? ചെയ്യുന്ന തെറ്റുകൾ എല്ലാവരുടെയും ഒരുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ തെറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഒരുപോലെ പറഞ്ഞാലും മനസ്സിലാക്കാം. തെറ്റ് ചെയ്യാത്തവരെ, നമ്മളിപ്പോൾ അനീഷിൻ്റെ തെറ്റ് ചെയ്യാത്ത ആ മനുഷ്യൻ നമ്മൾ എന്ത് പറയാനാണ്? അപ്പോൾ അതുകൊണ്ടാണ് അയാളെ ഒന്നും പറയാൻ പറ്റാത്തത്. തെറ്റ് ചെയ്യുന്നവരെല്ലാം നമ്മളും പറയുന്നുണ്ട്. ഏത് വീഡിയോയിലായാലും ഇപ്പോൾ ആദില തെറ്റ് ചെയ്താൽ ആദിലെ പറയുന്നുണ്ട്, പിന്നെ നൂറ ചെയ്താൽ നൂറെ പറയുന്നുണ്ട്. അതുപോലെ അനുമോൾ ചെയ്താൽ അനുമോളെ പറയണമല്ലോ. അനുമോൾ ആരാ? അനുമോൾ വലിയ കൊമ്പത്താളാ? അനുമോളാണ് അവിടുത്തെ ഏറ്റവും ചീപ്പ് പ്ലെയർ. വെരി വെരി ചീപ്പ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് വരും. ആ അക്ബറിനെയൊക്കെ എന്ത് മോശമായിട്ടാണ് വിളിച്ചിട്ടുള്ളത്, എന്ത് മോശമായിട്ടാണ്. ഭാര്യയായിട്ട് നിൻ്റെ ജീവിതം തന്നെ, നീ അവിടെ ചെന്നാൽ നിൻ്റെ കുടുംബം തന്നെ ഉണ്ടാവുമോ, നിൻ്റെ ഭാര്യ തന്നെ, നിനക്ക് അവിടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമോ, ഭാര്യ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ്. എന്നിട്ട് ശപിക്കുക. ഇന്നലെ കൂടി ആദിലെടുത്ത് പറയുന്നത് അവൾ ഒരിക്കലും നന്നാവത്തില്ലെന്ന് ഇത് പറഞ്ഞിട്ട്. അപ്പം ഇത് അറിഞ്ഞ അക്ബർ ഇന്നലെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇവൾ PR-നെ ഏൽപ്പിക്കുന്നു. എന്താണ് ഇത് ബിഗ് ബോസ്, ഇതെന്താണ് ഇത് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഈ അനുമോളെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അനുമോളുടെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അനുമോൾ അവിടെ നല്ല കാര്യമാണോ ചെയ്യുന്നത്? അനുമോൾ എന്തായാലും ഇപ്പം നിങ്ങൾ ഈ ഇരിക്കുന്ന ഈ പിക്കുണ്ടല്ലോ, ഇപ്പം ലൈവിൽ നടക്കുന്നതാണ്. ഈ ഒരു ഊഞ്ഞാൽ തൊട്ടിൽ കസേരയാണല്ലോ. ഈ കസേരയിൽ ഒരാളാണ് യഥാർത്ഥത്തിൽ ഇരിക്കാനുള്ള സ്ഥലം. ഇവിടെ ഇരിക്കുന്ന അഭിലാഷാണ് കൂടെ. അഭിലാഷും അനുമോളും കൂടി എത്രയോ നേരമായിട്ട് ഇരിക്കുകയാണ്. ഒരു സാധനത്തിലാണ് ഇരിക്കുന്നതെന്ന് ആലോചിക്കണം. ഇതേപോലെ ആരെങ്കിലും ചേർന്നിരുന്ന് കഴിഞ്ഞാൽ അവരെ മോശക്കരയ്ക്ക്, അവർ വേറെ ബന്ധമാണെന്നാണ് പറയുന്നത്. അവരെ അവിഹിത ബന്ധമാണെന്നാണ് ഇവർ പറയുന്നത്. ഈ സ്ത്രീ പറയുന്നത് അവർ തമ്മിൽ അവിഹിത ബന്ധമാണ് ആരെങ്കിലും തമ്മിലിരുന്ന. ഇവർ ഇരിക്കാത്ത ഒരാൾ ഇപ്പോൾ ഈ ഊഞ്ഞാൽ ഇരുന്ന ആടുമാണ്. കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അഭിലാഷാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രശ്നമില്ലേ. ഇവർക്ക് ഏത് പുരുഷൻ്റെ കൂടെയും അടുത്ത് കിടക്കാം, ഏത് പുരുഷൻ്റെ കൂടെയും കയ്യിൽ പിടിക്കാം, ഏത് പുരുഷൻ്റെയും തല തടവി കൊടുക്കാം, ഏത് പുരുഷൻ്റെയും ദേഹത്തിടിക്കാം, ഏത് പുരുഷൻ്റെ അടുത്ത് പോവാം, ഏത് പുരുഷനെയും കെട്ടിപ്പിടിക്കാം. ഇതൊന്നും ഒരു കുഴപ്പമില്ല. അവിടെയുള്ള വേറുള്ള പെൺപിള്ളേർ അത് ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം ചീത്ത സ്ത്രീകൾ, അവരുമായിട്ടെല്ലാം അവിഹിത ബന്ധമാണ് എന്നാണ് സ്ഥാപിക്കുന്നത്.
എന്തോ ഒരു വൃത്തികെട്ട സ്വഭാവം, എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക സ്വഭാവം, ഇത്രയും അഴുക്ക സ്വഭാവമുള്ള ഒരു സ്ത്രീയെ 10, 70, 80 ദിവസം വരെ ഞാൻ വീഡിയോസ് ഇട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കുക, ഇതുവരെ നിങ്ങൾ കണ്ടില്ലേ സ്ത്രീയെ, അവരിങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ സ്ത്രീയെന്ന് നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ചോദിക്കാം. നമ്മൾ ഈ സ്നേഹം വരുമ്പോഴേ നമ്മൾ അന്ധരാകും. സ്നേഹം വരുമ്പോൾ അന്തരം. അപ്പം നമ്മൾ അതിനെ ന്യായീകരിക്കാൻ മാക്സിമം ശ്രമിക്കും. പിന്നീട് നമുക്ക് തന്നെ സ്വയം തോന്നും വേണ്ട. ഒരു 50 ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഈ വീഡിയോസ് കുറച്ചു, ഇവരുമായിട്ടുള്ള വീഡിയോസ്. കാരണം എനിക്ക് മനസ്സിലായി തുടങ്ങി ഇവർ നമ്മൾ വിചാരിക്കണ ആളല്ല. ഇവിടെ കിടന്ന ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ ആൾക്കാരെ എല്ലാം ഇങ്ങനെ കയ്യിലെടുത്ത് അമ്മച്ചി, അമ്മയെ, ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരാളല്ല. ഇവരുടെ ക്യാരക്ടർ വേറെയാണ്. ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സത്യസന്ധത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ഫുള്ള് കള്ളം പറയുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം കുക്ക് ചെയ്യുന്ന ഒരാൾ കുക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇവരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കേ. ഇവർ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഫുഡെല്ലാം ഞാനാണ് ഉണ്ടാക്കുന്നത്, വീട്ടിൽ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഞാനാണ് എന്ന് പറയുന്ന വീഡിയോസ് ഇഷ്ടം പോലാണ്. എല്ലാ ഫുഡും ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞ ഒരാൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് പറയുവാണ് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പഠിച്ചതാണ്. കള്ളം പറയുന്നതിനൊരു മര്യാദ വേണ്ടേ നമുക്ക് കള്ളം പറയാം. അത് ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങളോടാണ് പറയുന്നത്. നിങ്ങളവിടെ കളിച്ചോ, നിങ്ങൾ എന്ത് ഫേക്ക് കളിയും കളിച്ചോ, പക്ഷേ നമ്മളുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം, അതെന്തിനാണ് കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞാൽ ജനങ്ങൾ അതൊന്നും കണ്ടുപിടിക്കത്തില്ലെന്ന് വെച്ചോ. നിങ്ങൾ അവിടെ കോമഡി ചെയ്യാനോ അവിടെ സീരിയൽ അഭിനയിക്കാനോ അല്ല പോയത്, നിങ്ങൾ ഷോ ചെയ്യാനാണ്. അത് ഷോയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോയാണ്. അതിനകത്തൊരു റിയാലിറ്റിയും കൂടി വേണം. നമ്മുടെ ലൈഫ് എന്താണ് അത് നമ്മൾ മനുഷ്യന്മാർ ഇവിടെ നിന്ന് കാണുവാണ്. അല്ല നിങ്ങൾക്ക് എന്ത് എൻ്റർടൈൻമെൻ്റ് ആണ്? എല്ലാ ദിവസവും നിങ്ങൾ ഡാൻസ് കളിക്കുന്നോ? നിങ്ങൾ എല്ലാ ദിവസവും കഥാപ്രസംഗം പറയുന്നോ? നിങ്ങൾ എല്ലാ ദിവസവും നാടകം കാണിക്കുന്നോ? അല്ലെങ്കിൽ സ്കിറ്റ് ഉണ്ടാക്കുന്നോ? ഒന്നുമില്ല. നിങ്ങളുടെ ലൈഫ് എന്താണ്? നിങ്ങൾ ഓരോ ദിവസം എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പം നിങ്ങൾ അതിനകത്ത് 1000 കള്ളങ്ങൾ പറഞ്ഞിട്ട് ഫേക്ക് ഡ്രാമ കളിക്കുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുക? മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡ്രസ്സിങ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളുടെ ക്ലീവേജ് കാണാത്ത ദിവസങ്ങൾ ഞങ്ങളുമില്ല. നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾ കുനിയുമ്പോഴും എടുക്കുമ്പോഴെല്ലാം ഇവർ ക്യാമറയിൽ ക്ലീവേജ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും തോന്നാറില്ല. കാരണം അതവിടെ ഒരു മനുഷ്യന്മാർ, സാധാരണ ഒരു വീട്ടിൽ താമസിക്കുന്ന വീട്ടമ്മമാർ കുനിയുമ്പോഴൊക്കെ അങ്ങനെ സ്വാഭാവികമാണല്ലേ, പെൺപിള്ളേർ കുനിയുമ്പം. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കുള്ളതാണ്. ലോകത്തിൽ ഒരു പെണ്ണിന് മാത്രമല്ല, എല്ലാ ഈ കാലകാലങ്ങളായി ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുള്ളതാണ് ഇതൊക്കെ. അതിലൊരു പ്രത്യേകതയൊന്നും ഇല്ല. അത് ചിലവർ കാണിക്കാൻ ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം കഴുത്ത് കയറി ഉടുപ്പിടും. കുനിയുമ്പോഴൊക്കെ അത് കുറച്ചും കൂടി കെയർ ചെയ്യും. നിങ്ങളെയൊക്കെ ക്ലീവേജ് എത്ര പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്നു. അത് കാണിച്ച ഒരു പെണ്ണിനെ അവിടെയും വ്യക്തിഹത്യ ചെയ്തു. അത് ഒരുത്തനെ അവിടെ ഇരിക്കുന്ന വേറെ കല്യാണം കഴിച്ച് കുടുംബസ്ഥനായി ജീവിക്കുന്ന ഒരുത്തനെ കാണിക്കാനാന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് വൃത്തികെട്ട സ്വഭാവം. സ്വന്തം കണ്ണിലെ തടിയെടുത്തുകളാ, എന്നിട്ടല്ലേ മറ്റുള്ളവരെ കുറ്റം പറയുക. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് ഇവരൊക്കെ PR-ൻ്റെ ബലത്തിൽ, വേറൊന്നും കൊണ്ടല്ല. നമ്മളിപ്പോൾ ആൾക്കാർ പറയും നിങ്ങളൊക്കെ കരഞ്ഞങ്ങ് മെഴുകാണ്. ഒരു കരച്ചിലും ഇല്ല. ഈ അനീഷയെ വിൻ ചെയ്യത്തുള്ളൂ, ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം ഈ ഷോ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, ജനങ്ങൾക്ക് ഇതിനകത്തൊരു ട്രാൻസ്പെറൻസി തോന്നണമെങ്കിൽ, കാരണം ഇതിന് ഒരു സുതാര്യമായ ഷോയാണെന്ന് നമ്മളെപ്പോഴും എന്ത് നടത്തിയാലും ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അല്ലേ. ആ ട്രാൻസ്പെറൻസി പ്രേക്ഷകർക്ക് തോന്നണമെങ്കിൽ ഉറപ്പായിട്ടും അനിമോൾ ജയിക്കരുത്. വേറെ ആര് ജയിച്ചാലും ഒരു പ്രശ്നമില്ല. കാരണം അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ PR എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നത്. ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ലൈവിൽ ഫുള്ള് ഇത് സമ്മതിക്കുകയും ചെയ്യുമായിരുന്നു അവർ. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും കുടുംബക്കാരും മുഴുവൻ വോട്ട് പിടിക്കുകയാണ്. എന്തോ OTP നമ്പറോ ഫോൺ നമ്പർ കൊടുത്താൽ OTP വരുമെന്നോ അതനുസരിച്ച് വേറെ ഫോണിലേക്ക് ഹോട്ട്സ്റ്റാർ ആക്കിയിട്ട് വോട്ട് ചെയ്യാൻ എന്തൊക്കെ തരികടയാണെന്നോ. എന്തോ ചേട്ടത്തി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് വോട്ട് പിടിക്കുന്നതെന്ന്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് നിന്ന് വോട്ട് പിടിക്കുന്നതെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിക്ക് വോട്ട് തരണം. ഇതൊന്നും പാർലമെൻറ്റ് ഇലക്ഷനോ അല്ല, പിന്നെ സ്റ്റേറ്റ് ഇലക്ഷന് നിയമസഭയോ അല്ല അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും ഒക്കെ വോട്ട് പിടിക്കുന്ന കണക്കായിപ്പോയി. എൻ്റെ ദൈവമേ, കഷ്ടം. നെക്സ്റ്റ് ഡേറ്റ് വരാം. ഓക്കെ.